ഹലോ, അപ്പോൾ നമുക്ക് ചിക്കൻ വിങ്സ് കൊണ്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ വിങ്സിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. എരിവ് വളരെ കുറവാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അധികം ഇട്ട് കൊടുക്കരുത്, കുറച്ചിട്ടാൽ മതി. പിന്നെ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ടൈം മാറ്റി വെക്കുക. അത് കഴിഞ്ഞാൽ എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. ഓവർ ഫ്രൈ ആയിട്ട് വെക്കണ്ട, കുറച്ച് ഫ്രൈ ചെയ്താൽ മതി. രണ്ട് സൈഡും മറിച്ചിട്ട് ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ട് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത്, പിന്നെ ഒരു സവോള പൊടി അരിഞ്ഞത്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തത്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് മല്ലിയില. ഇത്രയാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ ആ സെയിം ചിക്കൻ വറുത്ത ആ ഓയിലിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുക. എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഓവർ കുക്കാവണ്ട. പിന്നെ സവോള ഇട്ട് വഴറ്റുക. പിന്നീട് കുറച്ച് മുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വഴറ്റുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. പിന്നെ നമ്മൾ സാമ്പാറിൽ യൂസ് ചെയ്യുന്ന കോൽപ്പുളി, അത് ഒരു ചെറിയ കോൽപ്പുളി പീസ് പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാതും ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അധികം എരിവില്ല, സോസിൻ്റെ ഒക്കെ ആ ടേസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. താങ്ക് യു.